നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നൊസ്റ്റാൾജിയാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പാസ്റ്റിലെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളുമൊത്തുള്ളൊരു ജീവിതത്തെ ആഗ്രഹിക്കുന്നു, ഹാർമണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള നിമിഷത്തെ ഓർക്കുമ്പോഴാണ് അവർക്ക് മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്നത്. ഇന്നർ പീസിനെയാണ് കാർഡ് പറയുന്നത്. സെക്കൻഡ് കാർഡ് ദ എംപററാണ്. അവരിലെ തീരുമാനം ഉറച്ചതാണെന്ന് പറയുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് കാർഡ് പറയുന്നത്. അവരുടെ പവറിനെ, അതോറിറ്റിയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. കാരണം ഈ ഒരു ബന്ധത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ അവർക്ക് വരുന്നുണ്ട്, പുതിയ പുതിയ ചിന്തകൾ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് എങ്ങനെയും എത്തണമെന്നുള്ള ചിന്തയെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ടേക്കിംഗ് ആക്ഷൻ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള ജീവിതം അവർ നല്ല രീതിയിൽ പദ്ധതി ഇടുന്നുണ്ട്. അനലിറ്റിക്കൽ തിങ്കിങ് എന്നാണ് കാർഡ് പറയുന്നത്. വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. പാസ്റ്റിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, എങ്കിലും ഇവിടെ കുറേ തീരുമാനങ്ങൾ വൈസ് ലീഡറെ പോലെ ചിന്തിച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി ആയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ലൈഫിനെ നോക്കി കാണുന്നത്. ബോൾഡായിട്ടുള്ള എക്സ്പ്രഷനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങളുടെ പവറിനെ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുകയാണ്. വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോ ചുവടുകളും വയ്ക്കുന്നത്. ഇനി ലൈഫിൽ തെറ്റുകൾ സംഭവിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. റിയാലിറ്റി മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു. നിങ്ങളിലെ ഈ മാറ്റം നിങ്ങളുടെ പേഴ്സൺ അറിയുന്നുണ്ട്. ഈ ഒരു മാറ്റം എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല ജീവിതത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. കാരണം പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്ന നിമിഷത്തിൽ നിങ്ങൾ ആരുമല്ലായിരുന്നു. ഇന്ന് നിങ്ങളുടെ മാറ്റമെന്ന് പറയുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലാണ്. മാറ്റം എന്തു തന്നെയായാലും നിങ്ങളുടെ പുരോഗതിക്കാണ്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഈ ഒരു മാറ്റം എന്തുകൊണ്ടും നല്ലതിന് തന്നെയാണ്.